ചിറയൻകീഴിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇനി വിരഞ്ഞിൽ എണ്ണാവുന്ന ദിവസം മാത്രമുള്ള തെരഞ്ഞെടുപ്പിന് ബാക്കി. വാഹന പ്രചരണത്തിന്റെ ഒരു തിരക്കിലാണ്. കാരണം വാഹന പ്രചരണത്തിന്റെ സമാപനത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. കാരണം 9-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 7-ാം തീയതി തന്നെ കലാശക്കൊട്ടിലെത്തും. അപ്പോൾ അവസാന ഘട്ടത്തിലാണ് വീടുകൾക്ക് മുൻപിലൂടെ, റോഡരികിലൂടെ, വാഹനങ്ങളിലൂടെ ഇനിയും അവസാന ഘട്ടത്തിൽ നേരിട്ട് കാണാൻ കഴിയാത്ത ആളുകളുടെ അരികിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഈ നമ്മുടെ ഒരു പ്രചരണ ഘട്ടം. ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, ചിറയൻകീഴ് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം. എനിക്കൊന്ന് ഇവിടെ വന്ന സ്ത്രീകളമ്മമാരൊക്കെ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. ഈ ചിറയൻകീഴ് മണ്ഡലത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്ന ഒരു ആവശ്യം എന്തായിരുന്നു? ഒന്ന് തീരദേശ മേഖലയാണ്. മുതലപ്പൊഴിയിലെ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ആ പ്രയാസങ്ങൾ, ആ 77 കുടുംബങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അപകടരഹിതമായിരിക്കുന്ന ഒരു സാധ്യതകളെ കണ്ടെത്താനാണ്. ഇപ്പം ഇനി എന്താണ് ഇത്തവണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പെന്താണ്? കാരണം ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഇവിടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരുപാട് വികസനങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. ആ അടിസ്ഥാന വികസനങ്ങൾക്കൊപ്പം ടൂറിസം സാധ്യതകളെയും അപകടരഹിതമായിരിക്കുന്ന മത്സ്യബന്ധന സാധ്യതകളിലേക്കുള്ള അവരെ ഒപ്പം ചേർന്ന് നടക്കുക, നയിക്കുക എന്നുള്ളത്. എവിടെ പോയാലും ഇടതുമുന്നണിയുടെ കുറേ വോട്ട് പിടിച്ചെടുക്കാറുണ്ട്. ആദ്യത്തെ മത്സരം മുരളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് ചിറയൻകീഴ്. കാരണം ജനങ്ങളെല്ലാം വളരെയധികം ആവേശത്തോടു കൂടിയിട്ടാണ് ജനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നോക്കിക്കാണുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളോട് നൽകുന്ന പിന്തുണ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവർ, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഇത്തവണ നമുക്ക് കൈപ്പത്തിക്ക് തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു പാട്ടുകാരി എന്നുള്ള താരം. ചിറയൻകീഴുകാർ ആ പാട്ട് ആസ്വദിക്കുന്നു ഉറപ്പായിട്ടും. കാരണം നമ്മൾ തീരദേശ മേഖലകളിൽ കൂടെ പോകുമ്പോഴും ഗ്രാമങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ അത് സ്വാഭാവികമായിട്ടാണല്ലോ. കാരണം അവർ നമ്മളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം കൂടി ഈ കൂട്ടത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് ചിറയൻകീഴിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ഇത്തവണ ഇടതുകോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.